ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തിനും ഉണ്ടായിരിക്കുന്നത്, UDF-ൻ്റെ ഭാഗത്തിനും ഉണ്ടായിരിക്കുന്നത്, BJP-യുടെ NDA-യുടെ ഭാഗത്തിനും ഇതിനകം ഉണ്ടായിക്കഴിഞ്ഞത്. ഇവിടെ CPM കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടി ജനങ്ങളുടെ ഭാഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ജനപ്രിയ നേതാക്കളെ, അത് സിനിമാ താരങ്ങളുണ്ട്, നിലവിലെ ജനപ്രതിനിധികളുണ്ട്, ഇവരെയൊക്കെയും ഇറക്കി കളം പിടിക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ? അതിൽ എത്രത്തോളം പ്രതീക്ഷയിലാണ് അവർ? ഒപ്പം UDF കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളുടെ വിവരങ്ങൾ കൂടി. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അവരുടെ രാഷ്ട്രീയമായ പ്രവർത്തനത്തിൽ, കേരളത്തിലെ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റുകൾ ഒരു ഇരട്ട സംഖ്യയിലേക്ക്, കഴിഞ്ഞ പ്രാവശ്യം നേരിട്ട തിരിച്ചടിയിൽ നിന്നും ഒരു 10-ലധികം സീറ്റുകളെങ്കിലും ഉറപ്പിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കത്തിലാണ് CPM. ഈ മുന്നൊരുക്കങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നടത്തുന്നത്. എന്തായാലും CPM-മായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊരു പട്ടിക, ഒരു സാധ്യതാ പട്ടിക ഇതിനകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ ഇനി 3 സീറ്റുകളിൽ, 15 സീറ്റുകളിലാണ് CPM മത്സരിക്കുന്നത്. അതിൽ 3 സീറ്റുകളിൽ മാത്രമാണ് ഇനി ധാരണ ആകാനുള്ളത്. അത് എറണാകുളം, പൊന്നാനി, മലപ്പുറം സീറ്റുകളിൽ ഇനിയും ധാരണയാക്കാനുണ്ട്. മറ്റു സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം KP നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെയും അതായത് ജനങ്ങളുമായി അടുത്തു നിൽക്കുന്നുവെന്ന് പാർട്ടിക്ക് ബോധ്യമുള്ളവരെയും ഒക്കെ ഇറക്കി മത്സരം കൊഴുപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിൽ മുൻമന്ത്രി KK ശൈലജയുടെ പേരും തോമസ് ഐസക്കിന്റെ പേരും ഒക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ പല പ്രമുഖ വ്യക്തിത്വങ്ങളെയും ഇറക്കുന്നതിന് ഉള്ള ശ്രമം നടക്കുന്നു. MLA മുകേഷിനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നതിനുള്ള നീക്കം നടക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് PB നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത് വനിതാ സ്ഥാനാർത്ഥികൾക്ക് 3 പേരെങ്കിലും വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാകണം, വനിതാ പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. പക്ഷേ അതിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി പാർട്ടിക്ക് താരതമ്യേന ബലക്ഷയമുള്ള, അതായത് വിജയിക്കുമെന്ന് അത്രത്തോളം ഉറപ്പില്ലാത്ത എറണാകുളവും, പൊന്നാനി, മലപ്പുറമുള്ള സീറ്റുകളിലാണ് കൂടുതൽ ഈ ചർച്ചകൾ നടക്കേണ്ടിയിരിക്കും. എന്നാലും ജില്ലകളിൽ ഇത് സംബന്ധിച്ചുള്ള യോഗങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ ഇത് സംബന്ധിച്ചൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. 27 സംസ്ഥാന നിർവാഹക സമിതി ചേരുന്നുണ്ട്, സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. ആ സംസ്ഥാന സമിതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് എന്തായാലും കാണുന്നത്. ഒരു 13 സീറ്റുകളിൽ ഇതിനകം തന്നെ ഇത്തരത്തിൽ KP സൂചിപ്പിച്ചതുപോലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ തന്നെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ഒരുക്കത്തിലാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ചർച്ചയാക്കേണ്ടതുണ്ട്. അതിൽ പലതും സർക്കാരിനെതിരെ ഉയർന്ന വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഏത് തരത്തിലുള്ള പ്രചാരണം നടത്താം, അതിന് പറ്റിയ സ്ഥാനാർത്ഥികൾ, പിന്നെ സ്ഥാനാർത്ഥികളുടെ ഒരു വ്യക്തിപ്രഭാവം, ഇതൊക്കെ കൂടി ഒരു കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കാണ് CPM ഒരുങ്ങുന്നത്. KP പറഞ്ഞതുപോലെ തന്നെ UDF-ലും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വളരെ വേഗം തന്നെ പുരോഗമിക്കുന്നുണ്ട്. പലരുടെയും പേരുകൾ ഇതിനകം തന്നെ അനൗദ്യോഗികമായെങ്കിലും ഉയർന്നു കേൾക്കുന്നു. ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കുന്ന MP-മാരെ തന്നെ കൂടുതൽ അവരെ തന്നെ വീണ്ടും കളത്തിലിറക്കി മത്സരം കൊഴുപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ UDF-ന്റെ ഭാഗത്തു നിന്നും നടക്കുന്നു. എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി ഇതിൽ രണ്ടിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിത്രങ്ങൾ തെളിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ എല്ലാവരുടെയും നേതൃയോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം ഈ ഫെബ്രുവരി അവസാനം തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ.